ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ദലിറ്റ്സ് കേവ്. ഇതാണ് എൻ്റെ ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ. ഇതൊരു ഷോപ്പിംഗ് വ്ലോഗ് സ്റ്റൈലിലാണ് ഞാൻ എടുക്കാൻ നോക്കിയിട്ടുള്ളത്. ഇതൊന്നും അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഹൈലൈറ്റ് മാളിലാണ്. അതിൽ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മാക്സിലായിരുന്നു. ഇവിടെ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ടെന്ന് ഞാൻ റീൽസ് കണ്ടപ്പോൾ പറഞ്ഞു. അങ്ങനെയാണ് ജസ്റ്റ് ഇവിടെ കയറാന്ന് വിചാരിച്ച് വന്നതാണ്. അവിടെ ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണ് പെട്ടത് ക്ലോത്ത്സിലൊന്നല്ല, ഈ ഒരു സോഫ്റ്റ് ഓയിൽ ആണ്. അവിടെയുള്ള മറ്റ് സോഫ്റ്റ് ഓയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ മെറ്റീരിയൽ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. എന്തായാലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ കൈപിടിച്ച് നേരങ്ങളതിനേക്കാളും നല്ലത് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്ലാറ്റ്സ് നോക്കായിരുന്നു. ഇതിപ്പോ ഫ്ലാറ്റ്സ് രസമില്ലാണ്ടല്ല, എന്റെ കാലിലിട്ടപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല, അങ്ങനെ അത് എടുത്തില്ല. മാക്സിൽ വരുമ്പോഴൊക്കെ ഞാൻ പോകുന്ന ഒരു സെക്ഷനാണ് ഈ 299 ഓർണമെന്റ്സിന്റെ അവിടേക്ക്. ഇതിൽ വരുന്ന ഈ 3 പീസ് ഇയറിംഗ് സെറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇതിന് മുന്നൊരു വട്ടം വാങ്ങിയോണ്ട് ഇവിടുന്ന് വാങ്ങിയിട്ടില്ല. ഇതൊന്നും എനിക്ക് വാങ്ങണമെന്നില്ല, പക്ഷെ ഇതുപോലെ ഇങ്ങനെ കണ്ടു നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഇവിടെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് മാക്സിന്റെ സെയിലിൽ വെച്ചിട്ടുള്ള ഡ്രസ്സ് മാത്രം ഞാൻ നോക്കിയെടുത്തു. അങ്ങനെ ഞാൻ ഒരുപാട് തെരച്ചിലിന് ശേഷം 1-2 സെലക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തത് വെച്ചതൊക്കെ എങ്ങനെയുണ്ട്, രസമുണ്ടോ എന്ന് അറിയാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ റൂമിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാണ്. ഇതിപ്പോ ഞാൻ വീഡിയോയിൽ കാണിച്ച പിങ്ക് പേസ്റ്റൽ കളർ ഓവർ സൈസ്ഡ് ടോപ്പ് ഞാൻ എന്തായാലും വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ 2 ഫുൾ സ്ലീവ് ടോപ്സ് കാണിക്കുന്നുണ്ട്. ഒന്നൊരു പീച്ച് കളറും പിന്നെ ഈ മെറൂൺ കളറും. ഇതിലേതായിരിക്കും ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവാന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ട്രയലൊക്കെ കഴിഞ്ഞ് ബില്ല് ചെയ്യാൻ പോയോടത്ത് ഉടുക്കത്തെ തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങള് കിഡ്സിന്റെ മാക്സിലോട്ട് പോയി. ഇവിടെ വന്ന് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴേക്കും ബില്ലിന്റെ അവിടുത്തെ തിരക്ക് തീരുന്നാണ് വിചാരിച്ചത്, പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇവിടെ ഇപ്പൊ എന്തായാലും വെറുതെ സമയം കളയാൻ കയറിയതാണെങ്കിലും ഞങ്ങൾ ജസ്റ്റ് സെലൂനും നീനുനുള്ള ഡ്രസ്സൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അടിയത്തെ സെക്ഷനിൽ കണ്ട ആ ലാമ്പിന്റെ അതേ മെറ്റീരിയലിൽ വരുന്ന ഒരു ബാഗും കൂടെ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ഷോപ്പിങ്ങിന് സെലൂനും നീനും കൊണ്ടുവരാത്തോണ്ട് തന്നെ ഞങ്ങൾ എന്നെ ജസ്റ്റ് മുഖത്ത് വെച്ച് നോക്കായിരുന്നു ഏതാ രസം എന്നുള്ളത്. ഇതിപ്പോ നമ്മള് കിഡ്സിന്റെ സെക്ഷനിൽ വരുമ്പോൾ ഒന്നും കൂടെ കൺഫ്യൂസ്ഡ് ആവും ഏതാ എടുക്കണ്ടേന്നുള്ളത്. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഈ ഒരു യെല്ലോ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് പോയത് മാത്സിലോട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോഴും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. എനിക്കും അമ്മയ്ക്കും ഷോപ്പിംഗ് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനും ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ മാക്സിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് സ്റ്റൈൽ യൂണിയനിലാണ്. ഇവിടെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കയറി പോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നേരെ പോയത് ഈസി ബൈയിലാണ്. ഇവിടെ നിന്നാണ് സാരയ്ക്കുള്ള ഫ്ലെയർ ഫിറ്റ് വാങ്ങിയത്. അങ്ങനെ മമ്മി അവിടെ നിന്ന് ബില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇവിടെയുള്ള ഹാൻഡ് ജെല്ല് നോക്കായിരുന്നു. ഇതിന്റെ ബോട്ടിൽസ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, ഏതാണ്ട് മിനിസോലൊക്കെ കാണുന്ന പോലെ. പിന്നെ നമ്മൾ നെക്സ്റ്റ് പോയത് മിനിസോലോട്ടാണ്. കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇവിടുത്തെ ഒരു സാധനങ്ങൾ കാണാൻ തന്നെ എന്ത് ക്യൂട്ടാണെന്നറിയോ. ഏതാണ്ട് നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലത്തെ സാധനങ്ങൾ ഇവിടെ കിട്ടാറുണ്ട്. ഇവിടെ ഇപ്പോൾ മിനിസോലെ എല്ലാ പ്രോഡക്ട്സും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എന്നാൽ ചില സാധനങ്ങൾ എനിക്ക് വർത്തായിട്ടും തോന്നിയിട്ടുണ്ട്. പിന്നെ ഇവരുടെ ചില പ്രോഡക്ട്സ് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ട്രാവലിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ നല്ല നല്ല കണ്ടെയ്നേഴ്സ് അവിടെ ഉണ്ട്. കിഡ്സ് റൂമൊക്കെ മേക്ക് ഓവർ ചെയ്യാനായിട്ടുള്ള നല്ല നല്ല ബാസ്ക്കറ്റ്സ് അവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ മിനിസോ വിസിറ്റ് ചെയ്താലും ഈ ഒരു ബാസ്ക്കറ്റ് കയ്യിലെടുക്കാറുണ്ട്. ഇതിനാണെങ്കിൽ നല്ല പ്രൈസും ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. മിനീസ് ഒന്നും ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരുപാട് സമയം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ നല്ല നല്ല ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് ബാഗ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ ജസ്റ്റ് ഇതുപോലെ വീഡിയോ എടുത്തിട്ട് അവിടെ തന്നെ തിരിച്ചു വെച്ചു. ഇതിപ്പോൾ മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഒരു ഷോപ്പിംഗ്. ഇതുവരെ ഇത് തീർന്നിട്ടില്ല. ഇതുവരെ ഞങ്ങൾ ആകെ പോയത് മാക്സിലും മിനിസോലും ആണ്. മിനിസോന്ന് ഇറങ്ങുമ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താഴെയുള്ള ലുലു ഡെയിലിയിൽ നിന്ന് ബിരിയാണി വാങ്ങി കഴിച്ചു. പിന്നെ എനിക്കൊരു ടോട്ട് ബാഗ് വാങ്ങണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തൃശ്ശൂർ പോയി. അവിടെ കുറെ കടകളിലൊക്കെ കളക്ഷൻസ് തീർന്നു. പിന്നെ ഈ ഒരു കടയിലാണ് കുറച്ചുണ്ടായത്. ഇതിലിപ്പോൾ ഞാൻ വെയർ ചെയ്തിട്ടുള്ള 2 ബാഗിൽ നിന്ന് ഒരു ബാഗാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഏതായിരിക്കും എന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ പോയത് ഒരു ഫാൻസി സ്റ്റോറിലാണ്. അവിടെ ചെന്നപ്പോൾ ഈ ഒരു കമ്മൽ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഇയറിംഗ്സ് വാങ്ങിയില്ലെങ്കിലും കുറച്ച് ഇതുപോലത്തെ വെറൈറ്റി ക്ലിപ്സ് അവിടെ ഞാൻ കണ്ടു. പക്ഷെ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട 1-2 വാങ്ങി ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞാൻ വന്നത് ലുലു ഡെയിലിയിലാണ്. ഇവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ബർഗർ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ബേക്കറി സെക്ഷനിലാണ്. ഇവിടെ ഒരുപാട് കേക്ക്സ് ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഡോണറ്റ്സ് ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ മാത്രമല്ല അതിന് ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ അതാണ് എടുത്തത്. പിന്നെ ഞാൻ പോയത് ഫ്രോസൺ ഐറ്റംസ് ഇരിക്കുന്ന സെക്ഷനിലാണ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ബർഗർ പാറ്റി ഒക്കെ ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ മമ്മി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം ഒരുപാട് കൊറിയൻ ഫുഡ് വ്ളോഗ്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ വന്നാൽ ഇത് എടുക്കും, പക്ഷെ വാങ്ങിക്കലില്ല. പിന്നെ ഈ 1 kg വരുന്ന ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസിന്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാം. ഞാൻ ലഞ്ചിന് ബിരിയാണി കഴിച്ചുകൊണ്ട് തന്നെ നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഫാൻഡാം കൂടെ എടുത്തു. പിന്നെ ട്രോളി ഞാൻ മുന്നേ വാങ്ങിയോണ്ട് തന്നെ ട്രോളിയുടെ സെക്ഷനിൽ വല്ലാണ്ട് പോയി വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല. ഇതിപ്പോ ഞങ്ങൾ മെയിൻ ആയിട്ട് ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് അത് വാങ്ങാണ്ട് ബാക്കി
എന്തൊക്കെയോ വാങ്ങി തിരിച്ചു പോവാണ്. ഇനിയിപ്പോൾ എന്തായാലും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലും ഈ ഒരു സാധനം കിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ലുലു ഡെയിലിയിൽ വന്നാൽ ഇത് എന്തായാലും എനിക്ക് കിട്ടുമെന്ന് പറയാം. ഇനി എന്താ സാധനം എന്നല്ലേ, വേറെ ഒന്നുമല്ല, ആക്സ് ഓയിൽ ആണ്. ശക്തമായ തലവേദന ഉള്ളപ്പോൾ എനിക്ക് വിക്സ് ഒന്നും ഒട്ടും എഫക്റ്റീവ് അല്ല. ആക്സ് ഓയിൽ ഉണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടാറുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്നത് നല്ല തലവേദന ഉള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഒരു ആക്സ് ഓയിൽ ഞാൻ ഇവിടുന്ന് വാങ്ങാൻ മറന്നു പോയെങ്കിലും ഞാൻ രണ്ടാമത് വന്നതാണ് കേട്ടോ. പിന്നെ ഞാനിത് രണ്ടാമത് വന്ന് വാങ്ങാനുള്ള റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത് ഞാൻ ആക്സ് ഓയിൽ ആയിട്ട് വളരെ അഡിക്റ്റഡ് ആണ്. കാരണം എനിക്കതില്ലാണ്ട് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഇനിയിപ്പോൾ അത് ഞാൻ തലവേദന ഇല്ലെങ്കിലും തലവേദന ഉണ്ടെങ്കിലും ഉപയോഗിക്കുന്ന ഒന്നും കൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തായാലും ഇത് വാങ്ങാൻ വന്നത്. ഇനിയിപ്പോൾ ആരെങ്കിലും എന്നെ പോലെ ഇത്രയ്ക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഇപ്രാവശ്യം ഞാൻ എന്തായാലും വാങ്ങാൻ വന്ന സാധനം മറന്നു പോയിട്ടില്ല. ഞാൻ എന്തായാലും ആക്സ് ഓയിൽ അല്ല എടുത്തത്, പകരം ഞാൻ ടൈഗർ ബാം ആണ് എടുത്തത്. ഇനി ഇതിൽ വേറൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആക്സ് ഓയിൽ വാങ്ങണമെന്ന് പറഞ്ഞാണ് പോയത്. പക്ഷേ അതിൻ്റെ പ്രൈസ് കണ്ടപ്പോൾ എനിക്കത് വാങ്ങാൻ തോന്നിയില്ല. പകരം ഞാൻ ടൈഗർ ബാം എടുത്തു പോന്നു. ആക്സ് ഓയിൽ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ആ ഒരു പ്രൈസ് കണ്ടപ്പോൾ ഞാൻ ടൈഗർ ബാം എടുത്തു പോന്നു. കാരണം അതിന് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. പിന്നെ വിക്സിനേക്കാളും മോർ എഫക്റ്റീവ് തന്നെയാണ് ടൈഗർ ബാം. അങ്ങനെ ഞാൻ അത് വാങ്ങാനായിട്ട് പോയെങ്കിലും ബാക്കി എല്ലാ സെക്ഷനിലും ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. എനിക്ക് ഈ ഫൈറ്റർ ഫിഷിനൊക്കെ കാണാൻ ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ വീട്ടിൽ ഏത് മീൻ വാങ്ങിയാലും അത് 2 മാസത്തിൽ കൂടുതൽ നിൽക്കലില്ല. അപ്പോഴേക്കും ചത്തുപോയിട്ടുണ്ടാവും. അതെന്താ അങ്ങനെ സംഭവിക്കണേന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയത് ബർഗർ പാറ്റിക്കുള്ള ബർഗർ ബൺസ് വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരെണ്ണം എടുത്തു പോകുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ടൈം പോയപ്പോൾ ഞാൻ വേറെ ഒന്നും വാങ്ങിയിട്ടില്ല. ബർഗർ ബൺസും അതുപോലെ തന്നെ ഞാൻ നേരത്തെ എടുത്ത ടൈഗർ ബാമും മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പോയത് അവിടെയുള്ള കേക്കിന്റെ സെക്ഷനിലാണ്. എനിക്കിങ്ങനെ കേക്ക്സ് ഒക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. മാത്രമല്ല എനിക്ക് കഴിക്കാനും നല്ല ഇഷ്ടമാണ്. ഈ കാണുന്ന കേക്ക് ബോക്സിനൊക്കെ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇപ്രാവശ്യം ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതെന്റെ ഫസ്റ്റത്തെ യൂട്യൂബ് ലോങ് വീഡിയോയാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് എങ്ങനെ എടുക്കണം എന്നുള്ളത് വലിയ ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ തന്നെ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പോലെ ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു മഴ കാരണം ഓൺ വോയിസിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരുപാട് വട്ടം ഓൺ വോയിസിൽ വീഡിയോസ് എടുക്കാൻ ട്രൈ ചെയ്തു. പക്ഷെ അപ്പോഴൊക്കെ ഈ മഴ വന്നിട്ട് എനിക്ക് ആ ഒരു സൗണ്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല. എന്തായാലും ഇതാണ് ഇതിന്റെ റൈറ്റ് ടൈം എന്ന് എനിക്ക് തോന്നി. കാരണം ഇപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഒട്ടും സമയം കിട്ടില്ല. കാരണം ഇനി എനിക്ക് ഹോസ്റ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോ ചെയ്യാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിംഗ് ഹാൾ വേണമെന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ അതും കൂടെ ചെയ്യാം. എനിക്കറിയില്ല എത്ര പേര് ഈ വീഡിയോസ് ഒക്കെ കാണുന്നുള്ളത്. ഇപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് അങ്ങനെ ലോങ് വീഡിയോസ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സജഷൻസ് പറയാനുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഇപ്പോൾ സെക്കൻഡ് ടൈം പോയപ്പോഴാണ് ഞാൻ ഇത്ര വീഡിയോസ് എടുത്തത്. ഫസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ ഇത്രേ പോലും വീഡിയോസ് എടുത്തിട്ടുണ്ടായില്ല. ഫസ്റ്റ് ഡേ പോയ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് 5 മിനിറ്റ് പോലും അത് തികച്ചില്ല എന്ന് മനസ്സിലായത്. അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഡേ പോയപ്പോൾ കുറച്ചും കൂടെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ ഹൈലൈറ്റ്സ് ഇറങ്ങുമ്പോഴേക്കും ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ലഞ്ച് കഴിച്ചത് സൂഫി മന്തിന്നാണ്. ഇവിടെ വന്ന് മെനു ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കഴിക്കാത്ത എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ മദ്ഫൂനാണ് ഞാൻ ഓർഡർ ചെയ്തത്. ബാക്കി അതിലെ ഷവായി, പെരി പെരി, ഹണി ചില്ലി, നോർമൽ അൽഫാം ഒക്കെ ഞാൻ കഴിച്ചുകൊണ്ട് തന്നെ വെറൈറ്റി ട്രൈ ചെയ്തതാണ്. എന്തായാലും ഓർഡർ ചെയ്ത് 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ മന്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ചിക്കൻ മദ്ഫൂൻ വന്നിട്ടുള്ളത് ഫോയിലിന്റെ കവറിങ്ങോട് കൂടിയിട്ടാണ്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ചിക്കൻ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നോർമൽ അൽഫാം മന്തി പോലെ അല്ലല്ലോ ഇത് വന്നിട്ടുള്ളത്. ഇതിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഇതിന്റെ ടേസ്റ്റ് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. ചിക്കൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് സ്റ്റീം ചെയ്തെടുത്ത പോലെയാണ്. കാരണം അത്ര നല്ല സോഫ്റ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഫ്ലേവർ അത്ര ഇഷ്ടമായില്ല. ഞാൻ ഷവായി കുട്ടിയാണ് കഴിച്ചത്. അങ്ങനെ മന്തിയും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.